ശാന്തി. ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ചൈതന്യശക്തിയുടെ ഭണ്ഡാരമായ ജ്യോതിർമയ ആത്മാവാണ്. പരം ജ്യോതി ശിവബാബയുടെ സന്താനമാണ്. ജ്യോതി ദേശത്തിൻ്റെ പരമധാമത്തിൻ്റെ നിവാസിയാണ്. പരമാത്മമിലനത്തിൻ്റെ തീവ്ര ഇച്ഛയിൽ മഗ്നമായി ഞാൻ ദേഹസഹിതം ദേഹത്തിൻ്റെ സർവസംബന്ധങ്ങളെയും മറന്ന് ബുദ്ധിയിൽ നിന്ന് മുഴുവൻ സംബന്ധങ്ങളെയും പൊട്ടിച്ച് പറന്നുയരുകയാണ്. ഈ സാകാര ലോകത്തിൽ നിന്നും ദൂരെ ഞാൻ എൻ്റെ നിജധാമത്തിൽ പരമധാമത്തിലെത്തുന്നു. ഇപ്പോൾ ഞാൻ ദേഹസഹിതം ദേഹത്തിൻ്റെ സംബന്ധങ്ങളിൽ നിന്നും ആകർഷണങ്ങളിൽ നിന്നും മുക്തമാണ്. ഞാനൊരു ദിവ്യ നക്ഷത്രമായി തിളങ്ങുന്നു. സ്നേഹസാഗര ശിവബാബയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ, ഞാൻ ആത്മാവിലേക്ക് പരമാത്മസ്നേഹത്തിൻ്റെ വർഷമുണ്ടാക്കുന്നു. ഞാൻ പരമാത്മസ്നേഹത്താൽ ഭർപൂറാകുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും ബാബയുടെ അരികിലേക്ക് നീങ്ങുകയാണ്. ബാബയുടെ കൂടെ കമ്പൈൻഡ് ആയിരിക്കുന്നു. ഏത് ശക്തികൾ ബാബയിലുണ്ടോ സർവ്വതും എന്നിലുണ്ടാകുന്നു. ഏത് ഗുണങ്ങളാണോ ബാബയിലുള്ളത് എല്ലാം എന്നിലുണ്ട്. ഞാൻ ബാബു സമാനം മാസ്റ്റർ സർവശക്തിവാനായിരിക്കുന്നു. ദിവ്യ ഗുണസമ്പന്നമാകുന്നു. സമ്പൂർണ്ണ പവിത്രമായിരിക്കുന്നു. ഞാൻ ആത്മാ സദോ പ്രധാനമായി സൃഷ്ടിയുടെ ആദ്യകാലത്തിൽ സദോ ഗുണി സൃഷ്ടിയിൽ അവതരിക്കുന്നു. സമ്പൂർണ്ണ പവിത്ര ദേവതാ സ്വരൂപ ഞാൻ ധാരണ ചെയ്യുന്നു. സദോ പ്രധാന കഞ്ചനകായ ശിരസിൽ ഡബിൾ കിരീടം, മുഖത്തിൽ ദിവ്യതയുടെ തിളക്കം. ഞാൻ സത്യയുഗത്തിൽ സർവശ്രേഷ്ഠ ദേവതയാകുന്നു. സർവസമ്പത്തും പ്രാപ്തി ചെയ്യുന്നു. ഞാൻ സ്വർഗത്തിൻ്റെ 21 ജന്മങ്ങളിലേക്ക് അധികാരിയാകുന്നു. മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപന ചെയ്യുന്ന കർത്തവ്യം ഒരു ബാബയുടേതാണ്. ബാബയെ അറിയുകയും പവിത്രമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്ഥാപന ഉണ്ടാകുന്നു. ബാബയെ അറിയാത്തത് കാരണം നിർധനരായി മാറിയിരിക്കുന്നു. ബാബയുടെ നിർദ്ദേശമാണ് ശിവന്റെ അഥവാ ദേവതകളുടെ
പൂജാരികൾക്ക് ആദ്യം ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇത് ആദ്യം മധ്യ അന്ത്യം ദുഃഖം മാത്രം നൽകുന്നു. ഇപ്പോൾ ഇതിനെ ജയിച്ച് പാവനമാകൂ. ഞാൻ ശിവബാബയുടെ കൂടെ പ്രീതബുദ്ധിയുള്ള ആത്മാവാണ്. ഞാൻ പവിത്രമായി മാറി പുതിയ ലോകത്തിൻ്റെ അധികാരിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. പാരലൗകിക അച്ഛനെ ഓർമ്മിച്ചോർമ്മിച്ച് വികർമ്മം വിനാശമാക്കുന്നു. പാരലൗകിക അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഞാൻ ബാബയുടെ അടുത്ത് പ്രതിജ്ഞ ചെയ്യുന്നു, പവിത്രമായി ജീവിക്കും. ഒരു ബാബയോട് സത്യമായ പ്രീതി വെച്ച് സത്യമായ പാണ്ഡവനാകണം. മരണം സമീപത്തുണ്ട്. അതിനാൽ പവിത്രമായി മാറി പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകണം. ഓർമ്മയിലൂടെ വികാരങ്ങളുടെ ക്ലാവിനെ ഇല്ലാതാക്കി ആത്മാവിനെ സ്വർണ്ണമയുഗത്തിലേതാക്കി മാറ്റണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. മറുജീവജന്മത്തിൻ്റെ സ്മൃതിയിലൂടെ കർമ്മബന്ധനത്തെ സംബന്ധത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പരോപകാരിയാകുന്നു. പാപാത്മാവിനോടും അപകാരി ആത്മാവിനോടും വെറുപ്പിനു പകരം ദയാമനസ്കരായി കരുണയുടെ ഭാവന പുലർത്തിക്കൊണ്ട് സേവനത്തിൻ്റെ സംബന്ധം മനസ്സിലാക്കി സേവനം ചെയ്യുമെങ്കിൽ പേരുകേട്ട വിശ്വമംഗളകാരി അഥവാ പരോപകാരി എന്ന് പാടപ്പെടും. സമയം അഥവാ പരിതസ്ഥിതി അനുസരിച്ച് വൈരാഗ്യം വന്നുവെങ്കിൽ ഇത് അല്പകാല വൈരാഗ്യമാണ്. സദാകാലത്തെ വൈരാഗിയാകൂ. ഓം ശാന്തി.